അവനറിയാം. ആൾ ആരടി വളർന്നിട്ടുണ്ടെങ്കിലും മനസ്സിപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാ. അങ്ങനെയുള്ള ഒരാളെ ഭർത്താവായി കിട്ടുന്നത് ആ പെൺകുട്ടിയുടെ ഭാഗ്യാണെന്നാ പറയാറ്. എന്റെ അപ്പൂപ്പൻ പറയാറുണ്ട്, മനസ്സിലെ കുട്ടിത്തമുള്ള ആൾക്കാര് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കുഞ്ഞു വാവയെ പോലെ നോക്കുവത്രേ. കൊച്ചുകുട്ടികള് കളിപ്പാട്ടങ്ങൾ നിലത്ത് വെക്കാതെ വളരെ ഭദ്രമായി കൊണ്ട് നടക്കുന്നത് പോലെ സ്വന്തം ഭാര്യയെയും അത്രയേറെ സ്നേഹത്തോടും കരുതലോടും കൂടി നോക്കുമെന്നാ. നിന്റെ ജീവിതം കുത്തുപാളയടിപ്പിക്കുന്ന മഞ്ജരിയെ കൂടെ നിന്ന് പുതുപ്പെണ്ണിന്റെ വേഷം കെട്ടിക്കേണ്ട ഗതികേടാണല്ലോ നിനക്ക്. നീ വിചാരിക്കുന്നത് പോലെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല മേഘനെ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നാൾ പെട്ടെന്ന് കയറി വന്ന ഭർത്താവിന്റെ വേഷമണിയുന്ന വ്യക്തി എങ്ങനെയായിരിക്കും ആർക്കറിയാം. നേരത്തെ പരിചയമുള്ള ഒരു വ്യക്തിയെ കുറച്ചു നാളെങ്കിലും പ്രണയിക്കാൻ സാധിച്ചാൽ അവരുടെ മനസ്സും രീതികളും മനസ്സിലാക്കി പിന്നെ കല്യാണം കഴിച്ചാൽ ആ കല്യാണം നല്ല രീതിയിൽ പോവും. അവരോടൊപ്പം ജീവിക്കാൻ പറ്റുമെന്ന് അപ്പോൾ മാത്രമേ നമുക്ക് തീരുമാനിക്കാനാവൂ. ഈ ചെറിയൊരു പരിചയത്തിൽ തന്നെ നീരജിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞതാ. പിന്നെ നിന്റെ കളിച്ചങ്ങാതി കൂടിയല്ലേ, അപ്പൊ നീരജിന്റെ കാര്യങ്ങൾ നിനക്കറിയില്ലേ? എന്തായാലും ഇനി നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ തന്നെ നീരജ് വളരെ നല്ല മനസ്സുള്ളയാളാ. അവനൊപ്പം നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. ഇതെല്ലാം നീരജിന്റെ അമ്മയുടെ ആഭരണങ്ങളാണത്രേ. ആ അമ്മയുടെ ആശീർവാദവും നിനക്കിതേ ഇപ്പൊ തന്നെ കിട്ടിയിരിക്കുക. നിന്നെ കാണാനിപ്പോ എന്തൊരു സുന്ദരിയാണെന്നോ. ആ നിനക്കൊരു കരിമുഷി പൊട്ട് കൂടി തൊടണം. കരിമഷി ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാനേ അപ്പുറത്തെ റൂമിലുണ്ടെന്നൊന്ന് നോക്കിട്ട് വരട്ടെ. കണ്ണീറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻഗേജ്മെന്റിന് മുമ്പ് നമ്മുടെ മഞ്ജരി ഒന്ന് ചുറ്റിയിടുന്നത് നല്ലതല്ലേ മേഘനെ? ഞാനത് പോയി ഇങ്ങ് എടുത്തോണ്ട് വരാം. മഞ്ജരി, എനിക്കിതൊന്നും കാണാൻ വയ്യ. എന്റെ ടെൻഷൻ കൂടി വരിക. നീ എന്താ ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്ന? നീ എന്തേ അവനെ കെട്ടാൻ പോവാണോ? അങ്ങനൊന്നും ഇല്ല ചെറിയമ്മേ. ഈ എൻഗേജ്മെന്റ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടക്കില്ലെന്ന് നീ അത്രയും ധൈര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ അവസ്ഥകളൊക്കെ കാണുമ്പോ എല്ലാം നിന്റെ കൈവിട്ട് പോവാണെന്ന് തോന്നുന്നു. ഡോണ്ട് വറി ആന്റി, ഞാൻ എന്ത് ചെയ്താലും അതാലോചിച്ചിട്ടേ ചെയ്യൂ. ഇതിന്റെ ബ്ലൂ പ്രിന്റ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാ. ഈ എൻഗേജ്മെന്റ് തടസ്സപ്പെടുത്താനുള്ള എല്ലാ ഫ്രെയിം വർക്ക്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ആന്റി ഒന്ന് നിൽക്ക്. ശരി, ഞാൻ പറഞ്ഞ സമയം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ബൈ. ഇപ്പൊ ആന്റിക്ക് മനസ്സിലായോ ഞാൻ എങ്ങനെ ഇത്ര ഫ്രീ ആയിട്ടിരിക്കുന്നെന്ന്? യു ആർ ഗ്രേറ്റ് മഞ്ജരി. ഇപ്പോഴാ എന്റെ മനസ്സിലെ പേടിയൊന്ന് മാറിക്കിട്ടിയത്. എന്നാലും അവസാന നിമിഷം വരെ വലിച്ചു നീട്ടണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, അത് വേണം ആന്റി. എന്നാൽ മാത്രമേ മിഥുന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്റെ കാമുകൻ ഉണരൂ. എന്നെ കല്യാണം കഴിക്കാനും എന്റെ കണ്ടീഷൻസിനെല്ലാം സമ്മതിക്കാനും തയ്യാറാവും. മിഥുനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ ഇനി എനിക്ക് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാതെ വയ്യ. ആന്റി, ഞാൻ ചുറ്റിയിട്ടോളാം, ഇങ്ങോട്ട് തരൂ.
തീപ്പെട്ടി എവിടെ? വീട്ടുകാരുടെ കണ്ണ്, വിരുന്നുകാരുടെ കണ്ണ്, ലോകത്തുള്ള സകല ആൾക്കാരുടെയും കണ്ണൊഴിഞ്ഞു പോട്ടെ. മഞ്ജരി, നിന്റെ മുഖത്ത് പുതുപ്പെണ്ണിന്റെ ഒരു തിളക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഞ്ജരി ഇപ്പോഴും എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇനി എങ്ങനെയാ അവളോടൊന്ന് സംസാരിക്കുക? ഈ നിശ്ചയം വേണ്ടെന്ന് വെക്കാൻ അവളുടെ കാല് പിടിക്കും ഞാൻ. അവൾ എന്നെ മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്യുന്നേ. അവള് മനസ്സിൽ എന്താ കരുതി കൂട്ടിയിരിക്കുന്നേ? എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, അതോ ഇനി ഈ എൻഗേജ്മെന്റിന് അവള് സമ്മതിച്ചു കാണും? എന്നാ നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാനിപ്പോ വരാം. മിഥുൻ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നീ എന്താ ആകെ ഒരു ഇറിറ്റേഷൻ മോഡിലാണല്ലോ. മേ ഐ നോ ദ റീസൺ? ഈസ് എവറിത്തിങ് ഓക്കെ? ഓക്കെ നീരജ്. അല്ലല്ലോ മിഥുൻ, കുറച്ചായി ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. നീ ആകെ ഉരുകി അവിടെ നിൽക്കുന്നേ. നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് മിഥുൻ? എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് പല പ്രോബ്ലംസും ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, അതൊക്കെ നിന്നോട് പറയുന്നോണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എന്താ മിഥുൻ ഇങ്ങനെ? നിനക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ കരുതിയേ. അതിന് എന്നോട് തട്ടിക്കേറുന്ന എന്തിനാ? ഒരു പ്രധാന കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ വരാട്ടോ. ഓക്കെ. വലിയേട്ടനെ തെറ്റിദ്ധരിക്കില്ല നീരജ്. റീസെന്റ് ആയിട്ട് വലിയൊരു പ്രൊജക്ട് മിസ്സായി. അത് കൈവിട്ട് പോയപ്പോൾ തൊട്ട് വലിയേട്ടൻ ആകെ ഡിസ്റ്റർബ് ആയിരിക്കുക. ആ ഇറിറ്റേഷനാ നീരജിന്റെ നേരെ വലിയേട്ടൻ നിർത്തേ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ദാറ്റ്സ് ഓക്കെ മിഥുൻ. ഓരോ ബിസിനസ്സൊക്കെ ആകുമ്പോൾ കയറ്റു വർക്കൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഇത്തരം ഒക്കേഷൻസും വല്ലപ്പോഴും അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഈ പ്രോജക്ട്സും കോൺട്രാക്ട്സും ഇന്നൊരു ദിവസത്തേക്ക് അതങ്ങ് മറക്ക്. എന്നിട്ട് ഞങ്ങളോടൊപ്പം സന്തോഷിക്കേ പ്ലീസ്. ആന്റി എന്തൊക്കെ പറഞ്ഞാലും ഈ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നില്ല ആന്റി. ഞാൻ ആ നീരജിനെ കല്യാണം കഴിക്കാനും പോകുന്നില്ല. ഞാൻ പ്രണയിച്ചത് മിഥുനെയാണ്. കല്യാണം കഴിക്കാൻ പോകുന്നതും മിഥുനെ തന്നെയാണ്. മഞ്ജരി വളരെ പരുഷമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അവളുടെ പ്രവൃത്തികളും ഇത്തരം കർക്കശ രീതിയിലാണെങ്കിൽ അതെല്ലാവർക്കും അപകടമാണ്. അവൾ അത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ എൻഗേജ്മെന്റ് തടസ്സപ്പെടുത്താനുള്ള എല്ലാം അവൾ ചെയ്തിട്ടുണ്ടാവും. അരുണിമേ, എന്തൊക്കെ കാര്യങ്ങൾ നിന്റെ മനസ്സിനുള്ളിൽ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടല്ലോ. ഇവിടെ ഇത്ര വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഇത്രയേറെ ബന്ധുക്കൾ വന്നിരിക്കുമ്പോൾ ഇവിടെ മാറി നിന്ന് ആലോചിക്കുന്നത് എന്തോ പ്രധാനപ്പെട്ട വിഷയമാണെന്നുള്ളത് ഉറപ്പാ. അതെന്താണെന്ന് ഞാനും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. സത്യമായിട്ടും ഒന്നും ഇല്ലെന്നാണോ, അതോ നിന്റെ മനസ്സിന്റെ ഉള്ളിലെ ഭാരം എന്റെ ചുമലിലേക്ക് ഇറക്കി വെക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ച് പറയാതിരിക്കുന്നതാണോ? ഇതിപ്പോ പങ്കുവെച്ച് ജയേട്ടന്റെ ചുമലിലേക്ക് ഭാരം ഇറക്കി വെക്കാനും മാത്രം വലിയ കാര്യമൊന്നുമല്ല. സമാധാനമായി. നിന്നെ ഇങ്ങനെ ചിരിച്ചു കണ്ടാ മതി. എനിക്ക് പിന്നെ ഒരു വിഷമവുമില്ല. വലിയേട്ടാ, ഏട്ടന്റെ ഫ്രസ്ട്രേഷന്റെയും ഇറിറ്റേഷന്റെയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഏട്ടൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മഞ്ജരിയുടെ കല്യാണം ഇപ്പൊ വേറൊരാളുമായി നിശ്ചയിക്കാൻ പോവാ. പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടക്കും. ഇക്കാര്യം എത്രയും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഏട്ടന് നല്ലത്. അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും.
വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് വിവേക്? ഇതല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയണ്ടേ ഏട്ടാ? ഇപ്പൊ തന്നെ ഏട്ടൻ മഞ്ജരിയെ കല്യാണം കഴിക്കാൻ പോവാണോ? തിങ്ക് പ്രാക്ടിക്കലി. സാഹചര്യങ്ങൾ എൻഗേജ്മെന്റ് വരെ എത്തിയെങ്കിൽ ഷീസ് മൂവിങ് ഓൺ. ഏട്ടനും ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കണം. മഞ്ജരി എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ സംസാരിക്കാൻ ചെന്ന അവൾ അവോയ്ഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അവളോടൊന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റിയ ഈ എൻഗേജ്മെന്റിന്റെ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടില്ലേ? എന്ത് ചെയ്യാനാ? എനിക്കതിനൊരു അവസരം തന്നിട്ട് വേണ്ടേ? എന്തോ വലിയേട്ടാ, എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. ഇക്കാര്യം ഏട്ട ഇതേപോലെ ഇനി മുന്നോട്ട് കൊണ്ടുപോയാലോ, ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ നിന്നാലോ, നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുന്ന ഈ 3 കുടുംബങ്ങൾക്കാണ് നാണക്കേടുണ്ടാകാൻ പോകുന്ന ഏട്ടാ. ഏട്ടൻ അതൊന്ന് ഓർത്താ മതി. എങ്ങനെയെങ്കിലും മഞ്ജരിയെ കണ്ടൊന്ന് സംസാരിക്കണം. വല്ലാത്തൊരു അന്ധമായ ധൈര്യമാണ് ഈയിടെയായിട്ട് നിനക്ക്. അതെന്താ ആന്റി? പിന്നല്ലാണ്ട് എന്താ മഞ്ജരി? മിഥുന്റെ മനസ്സ് പിന്നെയും നിന്നിലേക്ക് ചായാനും നിന്നെ കല്യാണം കഴിച്ചോളാന്ന് അവനെ കൊണ്ട് പറയിക്കാനും വേണ്ടി ഇത്രയും വലിയൊരു നാടകം വേണ്ടിയിരുന്നു. ഇതിനൊരു പ്രത്യേക ഗട്സ് തന്നെ വേണം. താങ്ക്സ് ആന്റി. ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. മഞ്ജരി, നീ റെഡിയാണല്ലോ അല്ലേ? ഐ ആം റെഡി മോം. അതിരിക്കട്ടെ, മേഘനയുടെ വല്ലാണ്ട് പരവശം എടുക്കുന്നു. കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാൻ ഞാൻ അവളെ പറഞ്ഞയച്ചതാ. 1 സെക്കൻഡ്. ഹലോ. പറയ് സുഖായിരിക്കുന്നോ? മഞ്ജരി, നീ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ചിരിക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉരുകി തീരുവാണെന്ന് എനിക്കറിയാം. നീ മിഥുനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരിക്കലും നിന്നെ വിലക്കിയിട്ടില്ല. നിനക്ക് കൂട്ടുനിന്നിട്ടേ ഉള്ളൂ. നിന്റെ തീരുമാനങ്ങളെ ഞാൻ ശരിവെച്ചു. കാരണം എന്റെ മോളുടെ സുഖവും സന്തോഷവും മാത്രമാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് എന്നോട് ചോദിച്ചാ അവനെ വേണ്ടെന്നേ ഞാൻ പറയും. അതാ നിനക്ക് നല്ലത്. കാരണം നീ സ്നേഹിച്ചപ്പോൾ അവൻ ഒറ്റയാനായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണായിട്ട് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് വന്നിട്ടുണ്ട്. ആ പെണ്ണ് നീ ഇഷ്ടപ്പെടുന്നവന്റെ ഭാര്യ സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നീ അവനെ ഓർത്തിങ്ങനെ ഉരുകിത്തീരുന്നതിൽ ഒരർത്ഥവുമില്ല. നല്ല പ്രായത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള മനോഹരമായ സ്വപ്നങ്ങൾ ധാരാളം ഉണ്ടാകും. അതെല്ലാം നിറവേറണമെന്ന് തന്നെയായിരിക്കും ഓരോ വ്യക്തിയും മനസ്സിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആഗ്രഹിക്കുന്നതെല്ലാം എല്ലാവർക്കും കിട്ടില്ലല്ലോ. എന്ന് കരുതി അതോടെ ആരുടെയും ജീവിതം അവസാനിക്കുന്നുമില്ല. വിധിച്ചത് സ്വീകരിച്ചുകൊണ്ട് അതിൽ ജീവിതം മനോഹരമാക്കി എടുക്കണം. സംഭവിച്ചതെല്ലാം നമ്മുടെ നല്ലതിനാണെന്ന് കരുതി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോണം. നീ ഇഷ്ടപ്പെടുന്നവനെ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ? നീരജിനെ പോലെ ഒരു നല്ല മനുഷ്യനല്ലേ ദൈവം നിനക്ക് വച്ചു നീട്ടിയിരിക്കുന്നത്. നിന്റെ പ്രണയത്തെയും പ്രണയിച്ച വ്യക്തിയെയും മറന്നിട്ട് നിന്നെ സ്നേഹിക്കുന്ന നീരജിനോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കണം മഞ്ജരി. അതിരെ എന്താ അമ്മയും മോളും കൂടി ഇവിടെ ഒരു രഹസ്യം പറച്ചില്ലേ? ഞാൻ എന്ത് പറയാനാ ചെറിയച്ച? നാളെ കല്യാണം കഴിയുമ്പോ എന്റെ മോള് നിങ്ങളുടെ വീട്ടിലേക്കല്ലേ വരാൻ പോകുന്നത്. അവിടെ ചെന്ന് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഒരമ്മയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? മോളെ മഞ്ജരി, നിനക്കിതിലെല്ലാം സന്തോഷം തന്നെയല്ലേ? അതേ മുത്തച്ഛ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മക്കളെ. നീയും നീരജും ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ കടമ തീർത്തതുപോലെയാവും. ഈ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ യാതൊരു വിഘ്നവും കൂടാതെ നടന്നു കിട്ടിയാൽ മതി. പിന്നെ ഇവരുടെ കല്യാണം അത് നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം. എന്നിട്ട് നിങ്ങളെ അമേരിക്കയിലേക്ക് പറഞ്ഞയക്കണം. അതോടുകൂടി എന്റെ ചുമലിലെ ഭാരം ഒഴിയും. മുത്തച്ഛ,
മുത്തശ്ശന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. മുത്തശ്ശൻ ഹാപ്പി ആയിട്ടിരുന്നോളൂ. ശരി മോളെ. അതിരെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പൂജാരി വിളിക്കുമ്പോ മഞ്ജരിയെ കൊണ്ടുവന്നാ മതി. ആയിക്കോട്ടെ ചെറിയച്ഛ. ആ. കാരണം നീ സ്നേഹിച്ചപ്പോ അവൻ ഒറ്റയാനായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണായിട്ട് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് വന്നിട്ടുണ്ട്. ആ പെണ്ണ് നീ ഇഷ്ടപ്പെടുന്നവന്റെ ഭാര്യ സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നത്. നീ ഇഷ്ടപ്പെടുന്നവനെ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ? നീരജിനെ പോലെ ഒരു നല്ല മനുഷ്യനല്ലേ ദൈവം നിനക്ക് വച്ചു നീട്ടിയിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ. മേഘന, ആ എന്താ അച്ഛാ? നിനക്ക് എന്താ പറ്റിയേ? ഇത്രയും നേരം ഓടിച്ചാടി നടന്നവൾക്ക് പെട്ടെന്ന് എന്താ ഒരു തളർച്ച പോലെ? ഞാൻ നമ്മുടെ മഞ്ജരിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അച്ഛാ. മഞ്ജരിയെ കുറിച്ച് ആലോചിക്കാൻ മാത്രം എന്തിരിക്കുന്നു? ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ട അവസ്ഥയുണ്ടാവുക. അത് എത്ര വലിയ സങ്കടമായിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചേ. നീ ആരുടെ കാര്യം മേഘന ഈ പറയുന്നത്? ആ മഞ്ജരിയുടെ കാര്യം അച്ഛാ. അവൾ ഇതിനു മുൻപ് മറ്റാരെയോ സ്നേഹിച്ചിരുന്നു എന്നാ ഞാൻ അറിഞ്ഞത്. അവള് സ്നേഹിച്ചിരുന്ന വ്യക്തിക്ക് മറ്റൊരു സ്ത്രീയുമായി കല്യാണവും കഴിഞ്ഞു അത്രേ. ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞത് മേഘനെ? കുറച്ചു മുമ്പ് ആതിരാന്റിയും മഞ്ജരിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടതാ. സ്നേഹിച്ച വ്യക്തിയെ ഇനി മഞ്ജരിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിൽ അയാളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇപ്പൊ അവൾക്ക് നീരജിനെ കല്യാണം കഴിക്കേണ്ട അവസ്ഥയാ. എന്തൊരു കഷ്ടല്ലേ. ഒരു പെൺകുട്ടിക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല മോളെ, അതെ ശരിയാണ്. അച്ഛാ, എങ്ങനെയെങ്കിലും മഞ്ജരിയുടെ ഈ കല്യാണം നടന്നാൽ മാത്രമേ മുൻപോട്ടുള്ള അവളുടെ ജീവിതത്തിൽ സമാധാനം കിട്ടൂ. നീരജ് വളരെ നല്ലയാളാ. മഞ്ജരിയെ അവൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പൊന്നുപോലെ അവളെ അവൻ നോക്കും. കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ട് മറ്റൊരാളുമായി ജീവിക്കാൻ പാടില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല, മഞ്ജരിയെ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി മറ്റൊരു പെൺകുട്ടിയെ കല്യാണവും കഴിച്ചു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെക്കുറിച്ച് മഞ്ജരി ഇനി ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അതല്ലേ ശരി? അല്ലെങ്കിൽ ഇപ്പൊ അയാളുടെ ജീവിതത്തിലുള്ള പെണ്ണിനെ മഞ്ജരി ചതിക്കുന്നതിന് തുല്യായി പോയില്ലേ? തിരിച്ചും മറിച്ചും ചിന്തിച്ചിട്ടും മഞ്ജരിയുടെ മനസ്സിന് ഇപ്പൊ ചെറിയ വേദനയുണ്ടാവുമെങ്കിലും മുൻപോട്ടുള്ള ജീവിതത്തിന് ഈ കല്യാണം കഴിക്കുന്നത് തന്നെയല്ലേ ശരി? നീ പറഞ്ഞത് സത്യമാണ് മേഘനെ. ഒരവസ്ഥയിലും നമ്മള് ജീവിതത്തിൽ സ്തംഭിച്ചു നിന്നു പോകരുത്. ഒരാള് പോയെന്ന് കരുതി ജീവിതം അവസാനിക്കുന്നില്ല. മുൻപോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മഞ്ജരി നീരജിനെ കല്യാണം കഴിച്ചാൽ കഴിഞ്ഞ കാലത്ത് അവളുടെ ഹൃദയത്തിനേറ്റ മുറിവിനുള്ള മരുന്നും അത് തന്നെയാണ്. അതന്നെ എനിക്കും തോന്നുന്നത്. പക്ഷെ അവളിനി എന്താണാവോ ചിന്തിക്കുന്നത്? മഞ്ജരിക്ക് ചിലപ്പോ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് ഇന്ന് നടക്കുന്ന ചടങ്ങുകളിലൊന്നും മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മളെല്ലാരും കൂടി വേണം അവളുടെ ജീവിതം നല്ലൊരു പാതയിലേക്ക് തെളിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകളൊക്കെ അവൾ ഒരിക്കലും മറക്കാത്ത വിധം അതിഗംഭീരാക്കണം. അത് നീ ചെയ്യുമെന്ന് എനിക്കറിയാം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. മഞ്ജരിയുടെയും നീരജിന്റെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവരുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഏത് വിധത്തിലാച്ചാ? മഞ്ജരിയും നീരജും തമ്മിലുള്ള കല്യാണത്തിനും അതുകൊണ്ട് എനിക്കുണ്ടായേക്കാവുന്ന പ്രശ്നത്തിനും യാതൊരു ബന്ധവുമില്ലല്ലോ അച്ഛാ. അച്ഛൻ എന്താ ഉദ്ദേശിച്ചേ? എന്നോട് പറയേ. അത് തന്നെയാ മോളെ. മഞ്ജരിയെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ട് ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് നീയല്ലേ ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്.
അവളുടെ ഭാവി ഭദ്രമാക്കാനും നോക്കുന്നുണ്ട്. അപ്പോ എല്ലാം ഭംഗിയായി കഴിഞ്ഞ് മഞ്ജരിയുടെ കല്യാണം കൂടി കഴിഞ്ഞു കിട്ടിയ നിനക്കും അത്രമാത്രം സന്തോഷമല്ലേ ഉണ്ടാവൂ? അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അച്ഛൻ പറഞ്ഞത് 100% ശരിയാ. മഞ്ജരിയും ഞാനും തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും അവളോട് എനിക്കെന്തോ ഒരു പ്രത്യേക അടുപ്പം തോന്നാറുണ്ട്. ഇപ്പൊ അവളുടെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് കൂടി അറിഞ്ഞപ്പോ വല്ലാത്ത സഹതാപം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവള് നീരജിനെ കല്യാണം കഴിച്ചുകൊണ്ട് നല്ലൊരു ഭാവി ജീവിതം പടുത്തുയർത്തണേ എന്നാ ഞാൻ പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അച്ഛാ. നീ എന്നും എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്നവളല്ലേ. അതിനുവേണ്ടിയെങ്കിലും ആ മഹാദേവൻ നിന്റെ ജീവിതത്തിലും നല്ലത് മാത്രമേ വരുത്തുള്ളൂ. നമസ്കാരം കൃഷ്ണപ്രസാദേട്ടാ. തിരുവേനി എത്തിയല്ലേ? അതെ അതെ. ചടങ്ങിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പപ്പോ പറഞ്ഞോളണം, എല്ലാം എത്തിച്ചു തരാം. ഓ ആയിക്കോട്ടെ. തിരുമേനി, ആവശ്യമുള്ളതൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. ആയിക്കോട്ടെ, വേണ്ട എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം. ഈശ്വര, തിരുമേനി എത്തി. കുറച്ചു കഴിഞ്ഞാൽ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. മഞ്ജരി എന്തിനാ എന്നോട് ഇങ്ങനെ കളിക്കുന്നേ? അവളോടൊന്ന് സംസാരിക്കാനുള്ള അവസരവും ഒത്തു കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും അതിനൊരു പഴുത് കണ്ടുപിടിക്കണം. മിഥുന്റെ ജീവിതത്തിൽ നിന്നും എന്നെ ആട്ടിപ്പയക്കാനുള്ള ആന്റിയുടെ ശ്രമം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല ആന്റി. മിഥുൻ എന്റെ കഴുത്തിൽ താലി ചാർത്തിയെന്നും ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. വെറും 4 ദിവസത്തെ സമയം മതി മിഥുൻ എന്റെ ഭർത്താവായി മാറാൻ. കുറച്ച് സമയത്തിനുള്ളിൽ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ തുടങ്ങും. അതിനോടകം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. മഞ്ജരി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാ. പക്ഷെ ആ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേ വിഘ്നേശ്വര. ഹലോ, ഞാൻ രാമേന്ദ്രനാ സംസാരിക്കുന്നത്. നിങ്ങളുടെ വല്യച്ഛനുണ്ടോ? ഒരു മിനിറ്റ്, ഇപ്പൊ കൊടുക്കാം. വലിച്ച രാമേന്ദ്രൻ ഞങ്ങളാ ലൈനില്. മഞ്ജരി, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഞാനിവിടെ മുകളിൽ കാത്തിരിക്കുന്നുണ്ട്. അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇനി ഈ മാർഗം മാത്രമേ ഉള്ളൂ.